ഹായ് കൂട്ടുകാരെ, ഈ ഗുഡ്നസ് ക്ലബിലേക്ക് നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. CF ഇന്ത്യ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്ന ഈ വിരുന്നിൽ നിങ്ങൾ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുക. ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് ട്രസ്റ്റ് ഗോഡ്, ഹീ ഈസ് ഓൾ പവർഫുൾ. യേശുവിൽ ആശ്രയിക്കുക, അവൻ സർവശക്തനാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്നത്തെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മയെ കാണുവാൻ, ദൈവത്തെ കൂടുതൽ അറിയുവാൻ, യേശുവിൽ വളരുവാൻ കർത്താവ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ദൈവത്തോട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നല്ല ഡ്രസ്സായിരിക്കും, ചിലപ്പോൾ മറ്റ് കളിക്കാനുള്ള സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആഹാര സാധനങ്ങളായിരിക്കും, അല്ലെങ്കിൽ മറ്റ് വലിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ചോദിക്കുന്നതൊക്കെ ദൈവം എനിക്ക് തരുന്നുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എല്ലാം എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ തോന്നാം. എന്നാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഇന്ന് നമ്മൾ ബൈബിളിലൂടെ വാക്യത്തിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ബൈബിളിൽ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഒരിക്കൽ വായിക്കാം. എല്ലാവരും ബൈബിളിൽ നോക്കിക്കൊള്ളണേ. നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഒരിക്കൽ കൂടി വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഒരിക്കൽ നമുക്ക് ചേർന്ന് വായിക്കാം. കയ്യിൽ വിഷയമുണ്ട്. ഒരിക്കലും ചേർന്ന് വായിച്ചാലോ? വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. നിന്റെ രാജ്യം വരയണമേ. ആരുടെ രാജ്യം എന്നറിയാമോ? ദൈവത്തിൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ രാജ്യം ഏതാ? സ്വർഗരാജ്യം. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ സ്വർഗം താഴോട്ട് ഇറങ്ങി വരണം എന്നുള്ളതല്ല. സ്വർഗത്തിലെ സന്തോഷമൊക്കെയും എന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ എനിക്കും ഈ കൂട്ടുകാർക്കൊക്കെയും അനുഭവിക്കുവാനായിട്ട് കഴിയണം. അതായി വാക്യത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്. സ്വർഗത്തിലുള്ള സന്തോഷം, സ്നേഹം, സമാധാനം ഒക്കെ എനിക്കും അനുഭവിക്കുവാനായിട്ട് കഴിയണം. രണ്ടാമത്, സ്വർഗത്തിലെ പോലെ തന്നെ എന്ത് ചെയ്യണം? ഭൂമിയിലും ആകണം. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. നമ്മൾ സാധാരണ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ എനിക്ക് അത് തരണം, ഇത് തരണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ എൻ്റെ ഇഷ്ടങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം കൂടെ ഈ എന്നിലൂടെ അല്ലെങ്കിൽ ഭൂമിയിൽ നിറവേറണം എന്നുകൂടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇനി മുതൽ അങ്ങനെ പ്രാർത്ഥിക്കാമോ? യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പൂർണ്ണമായിട്ടും യേശു കർത്താവിൽ ആശ്രയിക്കണം. യേശു കർത്താവിൽ ആശ്രയിക്കണം. വേർഡ് അപ്പ്. ട്രസ്റ്റ് ജീസസ്, ഹീ ഈസ് ഓൾ പവർഫുൾ. എന്തുകൊണ്ടാണ് യേശുവിൽ ആശ്രയിക്കണമെന്നറിയാമോ? യേശു കർത്താവ് വളരെയധികം ശക്തനാണ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുവാനായിട്ട് യേശു കർത്താവിന് കഴിയും. എന്നാൽ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് യേശു കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനായിട്ട് കഴിയില്ല. യേശു കർത്താവ് എൻ്റെ കാര്യങ്ങളൊക്കെ നിവർത്തിക്കൊള്ളുമെന്ന് നമുക്ക് യേശുവിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുകാരെക്കുറിച്ച് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കണം. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ച് യേശുവിൻ്റെ പൈതങ്ങളായി തീരുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നു. അങ്ങനെ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കും യേശു കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാനും ദൈവത്തിൽ നിന്ന് സ്വർഗീയമാവുന്ന സന്തോഷം അനുഭവിക്കുവാനും കഴിയും. ഒരിക്കൽ കൂടി നമുക്ക് വാക്യം പറഞ്ഞാലോ? നമുക്കൊരിക്കൽ കൂടി ചേർന്ന് പറയാം വാക്യം. എല്ലാവരും നോക്കിയേ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. എല്ലാവരും പഠിച്ചോ? പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു.
എന്നാൽ നമുക്കൊരു കുഞ്ഞ് ഗെയിം കൂടി, ഗെയിമൊന്നുമില്ല, ഞങ്ങളിന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ആ ചോദ്യത്തിന് ആൻസർ പറയുന്നവർ മാത്രമേ ഈ വാക്യം പറഞ്ഞാൽ മതി കേട്ടോ. ചെയ്തവർ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കൂട്ടുകാരുണ്ടോ? ഉണ്ടോ? എന്താ മോള് കഴിച്ചില്ലേ? ചില കൂട്ടുകാർ കഴിച്ചില്ലെന്നാണ് പറയുന്നത്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കൂട്ടുകാർ മാത്രം ഇപ്പോൾ ഈ വാക്യം അങ്കിളിനോടൊപ്പം ചേർന്ന് പറയാനായിട്ട് പോകുന്നു. പറയാമോ? ശ്രദ്ധിച്ചേ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. പഠിച്ചു കഴിഞ്ഞോ? എല്ലാ കൂട്ടുകാരും പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി, ചില കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്ന് പറഞ്ഞ് ഈ വാക്യം പറയാതിരിക്കുകയായിരുന്നു. ആ കൂട്ടുകാർ കൂടി എനിക്ക് പറയണ്ടേ? എന്നാൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കൂട്ടുകാർ മാത്രം പറയാൻ പോവുകയാണ്. റെഡിയാണോ? അതെ, എല്ലാവരും റെഡിയാണ്. ആ കൂട്ടുകാരോട് പറയാനായിട്ട് പോവുകയാണ്. എല്ലാവരും ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കൂട്ടുകാരാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ, അങ്കിളിൻ്റെ കൂടെ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ആഴ്ച വീണ്ടും കാണുമ്പോൾ അങ്കിൾ എന്ത് ചെയ്യും? നിങ്ങളോട് ചോദിക്കും. എല്ലാവരും കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. യേശു കർത്താവിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. യേശു കർത്താവ് നമ്മെ സഹായിക്കാനായിട്ട് സർവശക്തനായിട്ട് നമ്മോട് കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങളെ, ഏറ്റവും പ്രയാസമുള്ള യാത്ര ഏതാണെന്നറിയാമോ? കടലിലൂടെയുള്ള യാത്രയാണ്. ഏത് സമയത്ത് കാറ്റ് വരുമെന്നോ ഏത് സമയത്ത് തിരമാല ഉയർന്നു വരുമെന്നൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഭയം തോന്നും. എന്നാൽ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ചില പ്രയാസങ്ങൾ വരും. ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ സമ്പത്തില്ലാത്ത കാരണമായിരിക്കാം, ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് പറയും. ചിലർക്ക് പരീക്ഷാ പേടിയായിരിക്കാം. ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെന്ന് ഈ പാട്ടിൽ പറയുന്നു. നമുക്കതൊന്ന് കേട്ടു നോക്കിയാലോ? കാറ്റും കടലും ഉയർന്നാലും അലയിൽ തോണിയുലഞ്ഞാലും അമരത്തിനുടെ യേശുണ്ടല്ലോ, ഭയമതൊട്ടും എനിക്കില്ല. അമരത്തിനുടെ യേശുണ്ടല്ലോ, ഭയമതൊട്ടും എനിക്കില്ല. കാറ്റും കടലും ഉയർന്നാലും അലയിൽ തോണിയുലഞ്ഞാലും അമരത്തിനുടെ യേശുണ്ടല്ലോ, ഭയമതൊട്ടും എനിക്കില്ല. അമരത്തിനുടെ യേശുണ്ടല്ലോ, ഭയമതൊട്ടും എനിക്കില്ല. ലാ 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 ലാ. മക്കളെ, നിങ്ങൾ യേശു കർത്താവിനെ ഹൃദയത്തിൽ അറിയുന്ന ഒരു കുഞ്ഞാണെങ്കിൽ, കുഞ്ഞെ നീ അറിയണം, നിൻ്റെ ജീവിതത്തിൽ ഏത് വിധത്തിലുള്ള പ്രയാസം വന്നാലും, ചിലപ്പോൾ പരീക്ഷയായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ പ്രയാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പപ്പയും മമ്മിയും പിണങ്ങിയിരിക്കുന്നത് നിങ്ങളെ ഒരുപക്ഷെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമായിരിക്കാം. ഇങ്ങനെയുള്ള കാറ്റും കോളും തിരമാലയൊക്കെ വരുമ്പോൾ അത് നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, പാട്ടിൽ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അമരത്തുള്ള ആ യേശു കർത്താവാണ്. അവനിൽ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രയാസത്തിൽ നിന്നും അവൻ നിങ്ങളെ വിടുവിക്കും. അതിന് യേശു കർത്താവിന് കഴിയും. നമുക്കതുകൊണ്ട് ഈ പാട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കേൾക്കാം. ഈ പ്രാവശ്യം എൻ്റെ കൂടെ എല്ലാവരും ആക്ഷനും കൂടി ചെയ്യണേ. കാറ്റും കടലും ഉയർന്നാലും അലയിൽ തോണിയുലഞ്ഞാലും അമരത്തിനുടെ യേശുണ്ടല്ലോ, ഭയമതൊട്ടും എനിക്കില്ല. അമരത്തിനുടെ യേശുണ്ടല്ലോ, ഭയമതൊട്ടും എനിക്കില്ല. കാറ്റും കടലും ഉയർന്നാലും അലയിൽ തോണിയുലഞ്ഞാലും അമരത്തിനുടെ യേശുണ്ടല്ലോ, ഭയമതൊട്ടും എനിക്കില്ല. അമരത്തിനുടെ യേശുണ്ടല്ലോ, ഭയമതൊട്ടും എനിക്കില്ല. ലാ 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 ലാ.
കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും സർപ്രൈസ് ആയിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്കിള് നിങ്ങളോട് വരുമെന്നൊന്നും പറയാതെ കഥകിൽ വന്ന് ആരോ ബെല്ലടിക്കുന്ന കേട്ട് നിങ്ങൾ വാതിൽ തുറന്നപ്പോൾ നിങ്ങളുടെ അങ്കിള്, ഓ അങ്കിള് വന്നു, എന്തൊരു ആശ്ചര്യമാണ്, എന്തൊരു സന്തോഷമാണ് അല്ലേ? ടീച്ചർ ഒരു ദിവസം നിങ്ങളെപ്പോലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു ക്ലാസ്സിലേക്ക് പോവാം. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഭയങ്കര മഴ വന്നിട്ട് സമയത്ത് ക്ലാസ്സിലെത്താനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ മഴയത്തെ വേറൊരു സ്ഥലത്ത് കയറി നിന്ന് മഴയൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. ഞാൻ പഠിപ്പിക്കുന്ന കൊച്ചു കൂട്ടുകാർ എല്ലാവരും ഞാൻ പഠിപ്പിക്കുന്നത് പോലെ വാക്യം പഠിപ്പിക്കുന്നു, പാട്ട് പഠിപ്പിക്കുന്നു, ആക്ഷൻ കാണിക്കുന്നു, ബൈബിൾ ലെസൺ പഠിപ്പിക്കുന്നു. ഭയങ്കര ആശ്ചര്യമായിപ്പോയി എനിക്ക്. ഇതേപോലെ യേശുവും ശിഷ്യന്മാരും അവരുടെ യാത്രയിൽ ഒരിക്കൽ ശിഷ്യന്മാർക്ക് ഭയങ്കര ആശ്ചര്യമായ ഒരു സംഭവം ഉണ്ടായി. അതെന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. യേശുവും ശിഷ്യന്മാരും പകൽ മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് അവർ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് യേശു അവരോട് പറഞ്ഞു, എവിടെയെങ്കിലും പോയെന്ന് വിശ്രമിക്കാം, നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്ക് ഈ ഗലീല കടലിൻ്റെ അക്കരയിലേക്ക് പോകാം, ഗലീല കടലിൻ്റെ അക്കരയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവും ശിഷ്യന്മാരും പടകിലേക്ക് കയറി. നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്കൊന്ന് പടകിൽ കയറാമോ? പതുക്കെ പതുക്കെ ഒന്ന് കയറി. എല്ലാവരും തന്നെ കയറി. യേശുവും പടകിൽ കയറി. യേശു പടകിൽ കയറി കഴിഞ്ഞ് അവർ പടക മുമ്പോട്ട് വിടാൻ തുടങ്ങി. സന്ധ്യയായി. അവർ സഞ്ചരിക്കുന്ന ഗലീല കടല് മലനിരകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു. ഇത് ഈ ഗലീല കടലും ഈ സംഭവങ്ങളും ഒക്കെ ശരിയായിട്ടുള്ള സംഭവമാണ്. വെറും ഒരു സ്റ്റോറി, എവിടെയോ ആരെങ്കിലും എഴുതിയൊരു കഥ പറയുവല്ല ആൻറ്റി. സംഭവിച്ച കാര്യം. ഈ ഗലീല കടലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ കടലിൽ കൂടെ അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ കടലിൻ്റെ പ്രത്യേകതയിൽ അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കാറ്റ്, മലനിരകളുടെ അവിടുന്ന് കാറ്റടിച്ചിട്ട് കടലിൽ ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് തിരമാലകൾ ഉണ്ടാകാറുണ്ട്, കാറ്റ് ശക്തമായിട്ടുണ്ടാകാറുണ്ട്. ഇവരിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഈ കാറ്റ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവരങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാറ്റ് ഭയങ്കരമായിട്ട് ശക്തിയിൽ അടിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർ പേടിച്ചൊന്നുമില്ല. എന്തിനാണ് അവർ പേടിക്കുന്നത്? അവരെല്ലാവരും തന്നെ, ഭൂരിഭാഗം ആൾക്കാരും തന്നെ മുക്കുവന്മാരാണ്. അവരെപ്പോഴും ഈ കടലിൽ യാത്ര ചെയ്യുന്ന, അതുകൊണ്ട് അവർക്ക് വലിയ ഭയമൊന്നും തോന്നിയില്ല. അവർ തണ്ടൊക്കെ വലിച്ച് നന്നായിട്ട് തുഴഞ്ഞ് മുമ്പോട്ട് പൊക്കുക. പക്ഷെ കാറ്റ് കൂടി വന്നു. ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി, ഭയങ്കരമായിട്ടുള്ള ചുഴലിക്കാറ്റ് ഉണ്ടായി. അവർ ഭയങ്കരമായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഈ ബോട്ട് മുങ്ങിപ്പോകാതെ അവർക്ക് അക്കരയിലെത്തിക്കണം. അതുകൊണ്ട് അവർ നന്നായിട്ട് തുഴഞ്ഞു, അവർ ശ്രമിച്ചു നോക്കുന്നു. അവർക്ക് വലിയ പേടി ആദ്യമില്ലായിരുന്നെങ്കിലും ഇപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് പേടി വരാൻ തുടങ്ങി. എന്ത് ചെയ്യും? കാറ്റടിച്ചിട്ട് വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തുടങ്ങി. കാറ്റടിച്ച് വെള്ളം അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങി. അവർ വെള്ളം കോരിക്കളയാൻ അവർ പറഞ്ഞു, ഏയ് വെള്ളമൊക്കെ കളഞ്ഞേ. അങ്ങോട്ടും ഇങ്ങോട്ടും ശിഷ്യന്മാർ പറയാൻ തുടങ്ങി, വെള്ളമൊക്കെ കോരിക്കളയുക. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. പക്ഷെ വെള്ളമൊന്നും കോരിക്കളഞ്ഞിട്ടും ഈ ഭയങ്കര സാഹചര്യം, പ്രയാസമുള്ളൊരു സാഹചര്യത്തിലേക്ക് അവർ പോകുന്നതായിട്ട് അവർക്ക് തോന്നി. അവർക്ക് പേടി വന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അവർ ഭയന്നു പോയി. കൂട്ടുകാരെ, ചിലപ്പോഴൊക്കെ നിങ്ങൾക്കും എനിക്കും ഇങ്ങനത്തെ ഭയങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ പപ്പയ്ക്കൊരു ട്രാൻസ്ഫർ കിട്ടി. ഈ സ്ഥലത്തുനിന്ന്, ഇപ്പം നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ സ്കൂൾ മാറണം, പുതിയ കൂട്ടുകാർ, പുതിയ സാഹചര്യം, പുതിയ അധ്യാപകർ. നിങ്ങൾക്ക് പേടി തോന്നും, അയ്യോ അവിടെ പോകുമ്പോൾ എൻ്റെ പഴയ കൂട്ടുകാരെ പോലുള്ള നല്ല കൂട്ടുകാരെ എനിക്ക് ലഭിക്കുമോ? സ്കൂളിലെ ടീച്ചേഴ്സ് എങ്ങനെയാണ്? അവരെന്നെ സഹായിക്കുമോ? അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടി വരാം. ഒരു പക്ഷേ അതായിരിക്കത്തില്ല നിങ്ങളുടെ ഭയം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗിയായിട്ട് അവർക്ക് രോഗം മാറുന്നില്ല, ആശുപത്രിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, മരുന്ന് കഴിക്കുന്നു, അടുത്ത ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു, പിന്നെയും ഡോക്ടർ പല ചികിത്സകൾ പറയുന്നു, അതെല്ലാം ചെയ്യുന്നു. എല്ലാവർക്കും പേടി, അയ്യോ എന്ത് സംഭവിക്കും, എന്ത് അസുഖം കുറയാത്തെ, അങ്ങനെ ഭയം വരാം. അങ്ങനെ ഭയമൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഭയം വരുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചു. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യേശു പറഞ്ഞതാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്, നിങ്ങൾ ധൈര്യപ്പെട്ടോ. പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും, പക്ഷേ നിങ്ങൾ ധൈര്യപ്പെട്ടാൽ മതി, ഞാൻ ലോകത്തെ ജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? യേശു സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് യേശുവിൽ ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് പറയാം. ഞാൻ നിങ്ങളോട്
പറയുമ്പോൾ, ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കും എന്നോടൊപ്പം പറയാം, യേശു സർവശക്തനായതുകൊണ്ട് നമുക്ക് യേശുവിൽ ആശ്രയിക്കാം. യേശു സർവശക്തനായ ദൈവമാണ്, അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ബുദ്ധിമുട്ടുക. എന്നാൽ അവരോർത്തില്ല, ആ പടകിൻ്റെ മൂലയ്ക്ക് യേശു കിടന്നുറങ്ങുന്നുണ്ട്. യേശു കിടന്നുറങ്ങുന്നത് കൊണ്ട് അവർ യേശുവിനെ വിളിച്ചില്ല. ഇതുവരെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവരോർത്തുമില്ല, യേശുവിനെ വിളിക്കാതെ ഇനി സാധിക്കത്തില്ല എന്ന് വിചാരിച്ച് അവർ യേശുവിനെ വിളിച്ചു. യേശുവിനെ വിളിച്ചിട്ട് യേശുവിനോട് അവർ പറഞ്ഞു, യേശുവേ, ഞങ്ങളിങ്ങനെ മരിച്ചു പോകുന്നതിൽ നമ്മളിപ്പോൾ നശിച്ചു പോകാൻ പോവാ, നമ്മൾ മുങ്ങിപ്പോകാൻ പോവാ, അതിൽ നിനക്കൊരു വിചാരമില്ലേ, എഴുന്നേറ്റേ എന്ന് യേശുവിനോട് പറഞ്ഞു. അപ്പോൾ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ? അങ്ങനെയാ ഈ ശിഷ്യന്മാർ നശിച്ചു പോകുന്നതിൽ യേശുവിന് വിചാരമില്ലേ? തീർച്ചയായിട്ടും യേശുവിന് വിചാരമുണ്ട്. പക്ഷേ ഈ കാറ്റും കോളും ഒന്നും യേശുവിനെ ഭയപ്പെടുത്തിയില്ല. യേശു എഴുന്നേറ്റു. കാരണം യേശു ഇവരെ സ്നേഹിക്കുന്നുണ്ട്. യേശു അവരെ മാത്രമല്ല സ്നേഹിക്കുന്നത്, നിങ്ങളെയും എന്നെയും യേശു സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ സ്നേഹിച്ചു, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ഈ ഭൂമിയിൽ വന്നത് തന്നെ. ദൈവം നമ്മളെ സ്നേഹിച്ചെന്ന് മാത്രമല്ല, യേശുവിനെ ഇങ്ങോട്ട് അയച്ചത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെയും എൻ്റെയും പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് യേശുവിനെ അയച്ചത്. യേശുവിനെ അയച്ചതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യേശു ഈ ഭൂമിയിൽ വന്ന് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. പറഞ്ഞിരിക്കുന്നത്, യേശു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലുണ്ടായി. പാപത്തിൽ നമ്മളെല്ലാവരും നശിച്ചു പോകേണ്ടിയവരാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ യേശുവിലൂടെ നമ്മൾക്ക് രക്ഷ തരാനാണ് വന്നത്. എങ്ങനെയാണ് ഏക മനുഷ്യനാൽ പാപം വന്നത്? ഏക മനുഷ്യൻ എന്ന് പറയുന്നത് ആദം ചെയ്ത പാപം കഴിഞ്ഞപ്പോൾ ആദമിൽ കൂടെ ജനിച്ച സകല മനുഷ്യരും പാപ സ്വഭാവമുള്ളവരായി തീർന്നു. അവർക്ക് പാപം ചെയ്യണമെന്നുള്ള താല്പര്യം നിങ്ങൾക്കും എനിക്കും നമ്മുടെ ഇഷ്ടം ചെയ്യാനാണ് ഇഷ്ടം. അങ്ങനെ വന്നപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളങ്ങ് മറന്നുപോയി. ആദം മുതൽ പിന്നീടുള്ള എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു. എന്നാൽ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും വന്നു എന്ന് പറയുമ്പോൾ ആ മരണത്തിൽ നമ്മളെ രക്ഷിക്കാനായി യേശു ക്രൂശിൽ മരിച്ചത്. യേശു ക്രൂശിൽ മരിച്ചു, അവനെ അടക്കി, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് യേശു നമ്മളെ കരുതാൻ മതിയായ ദൈവമാണ്. യേശു ദൈവം തന്നെയാണ്, സർവശക്തനായ ദൈവമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റത് സ്വന്തം കഴിവിലാണ്, സ്വന്തം ശക്തിയിലാണ്. ഈ യേശുവിന് ഇവർ നശിച്ചു പോകുന്നതിൽ താല്പര്യമുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷെ അവർ പേടിച്ച് യേശുവിനോട് പറയുക, യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ എന്ന്. യേശു എഴുന്നേറ്റിട്ട് അവർ നോക്കിയപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. എന്താ അത്ഭുതത്തിൻ്റെ കാരണമെന്നറിയാമോ? യേശുദേ കാറ്റിനോടും കടലിനോടും സംസാരിക്കാനായിട്ട് പോകുന്നു. നിങ്ങളും ഞാനും ഒക്കെ കാറ്റിനോടും കടലിനോടും സംസാരിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എൻ്റെ കയ്യിൽ ദാണ്ടെ 2 ഗ്ലാസ് ഉണ്ട്. ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ട്. ഞാനിപ്പോൾ ഈ വെള്ളം ഇങ്ങോട്ട് ഒഴിക്കാൻ പോവാം. നിങ്ങൾ ഈ വെള്ളത്തോട് പറയാം, വെള്ളം ഇപ്പുറത്തെ ഗ്ലാസ്സിൽ വരരുത്, ഈ ഗ്ലാസ്സിൽ തന്നെ ഇരുന്നോ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇരിക്കുമോ? ഇല്ല. ഇനി നിങ്ങൾ പറയുക, ഈ ഗ്ലാസ്സിലെ വെള്ളം ഭയങ്കര കാറ്റ് വന്ന് ഗ്ലാസ് മറിഞ്ഞ് വെള്ളമെല്ലാം തറയിൽ പോകട്ടെ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഈ വെള്ളം എൻ്റെ കയ്യിൽ നിന്ന് ഈ ഭയങ്കര കാറ്റടിച്ച് ഗ്ലാസ് കയ്യിൽ നിന്ന് താഴെ പോയി അത് മറിഞ്ഞ് വെള്ളമെല്ലാം താഴെ വീഴുമോ? ഇല്ല. നമ്മൾ പറഞ്ഞാൽ കാറ്റും കടലും ഒന്നും അനുസരിക്കത്തില്ല. എന്നാൽ യേശു പറയാനായിട്ട് കാറ്റിനോടും കടലിനോടും സംസാരിക്കുന്നു ഒരു യേശു ഇങ്ങനെ കാറ്റിനോടും കടലിനോടും സംസാരിക്കുന്നതെന്ന് അവർ അത്ഭുതത്തോടെ നോക്കി. ഇത്ര ഭയങ്കരമായിട്ട് യേശു കാറ്റിനോടും കടലിനോടും സംസാരിക്കാനുള്ള കാരണം എന്നാണെന്നറിയാമോ? യേശുവിൻ്റെ ശക്തി സൃഷ്ടിയുടെ മേൽ മുഴുവനുണ്ട്. യേശു ദൈവമാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിൻ്റെ ശക്തി, ദൈവം പറയുന്നത് എല്ലാ സൃഷ്ടിയും അനുസരിക്കും. അങ്ങനെ യേശു അവിടെ കാറ്റിനോടും കടലിനോടും അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞു. അങ്ങനെ അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞ യേശു സർവശക്തനായ ദൈവമാണ്. ആ യേശുവിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് പറയാം, യേശു സർവശക്തനാണ്, അതുകൊണ്ട് യേശുവിൽ ആശ്രയിക്കാം. അങ്ങനെ യേശുവിൽ ആശ്രയിക്കാനായിട്ട് പറഞ്ഞിരിക്കുക. നമ്മുടെ സിറ്റുവേഷൻസ് മോശമാകുമ്പോൾ, നമുക്ക് ഭയം വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ പപ്പയ്ക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടി, പുതിയ സ്കൂളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പോകണം, അവിടെ പുതിയ കൂട്ടുകാരെ, പുതിയ ടീച്ചേഴ്സ്, എങ്ങനെ ഈ സ്കൂളിൻ്റെ സാഹചര്യം ഒന്നും അറിയാൻ മേലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ പേടിച്ചു പോകരുത്. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. സങ്കീർത്തനം
സങ്കീർത്തനങ്ങളിൽ ഇങ്ങനൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? 46:1 പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമ്മളുടെ സംഗീതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിലൊരു പക്ഷേ ആരെങ്കിലും രോഗികളായിട്ട് അവരുടെ രോഗം മാറാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ യേശുവിൽ ആശ്രയിച്ചാൽ മതി. ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ യേശു ചെയ്യണമെന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ വീണ്ടും വീണ്ടും പഠിക്കണം. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിച്ച് കിട്ടും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാരണവും ഇന്നത്തെ നമ്മുടെ മനപ്പാഠവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഒരുമിച്ച് പറയാം. എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ദൈവം എന്താ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ വേണം കാര്യങ്ങൾ നടക്കാനായിട്ട്. കാരണം നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പഠിക്കണം. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ മോശമായാലും നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട്, യേശു നമ്മളെ സഹായിക്കും. അങ്ങനെ യേശു കാറ്റിനോടും കടലിനോടും ശാന്തമാകാൻ പറഞ്ഞപ്പോൾ കാറ്റും കടലും പോലും ശാന്തമായി. കാറ്റും കടലും ശാന്തമായി. അവർക്ക് ഭയങ്കര സമാധാനം ഉണ്ടായി. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ കാറ്റും കടലും ശാന്തമായി. കാറ്റും കടലും ശാന്തമായപ്പോൾ ശിഷ്യന്മാർ അത്ഭുതത്തോടെ യേശുവിനെ നോക്കി. അയ്യോ, ഇവൻ ഇങ്ങനെയൊക്കെ കഴിയും. ആദ്യമായിട്ടാണ് യേശുവിൻ്റെ ഈ ശക്തി അവർ കാണുന്നത്. അങ്ങനെ കാണാനുള്ള കാരണം, അല്ലെ യേശുവിന് ഈ ശക്തി ഉണ്ടാകാൻ കാരണം യേശു ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് യേശുവിന് ഈ ശക്തി ഉണ്ടായത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മേൽ ദൈവത്തിൻ്റെ അധികാരം പോലെ തന്നെ യേശുവിനും അധികാരമുണ്ട്. യേശു ദൈവമാണ്. അവരത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ശിഷ്യന്മാർ കൂടുതലായിട്ട് യേശുവിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നെന്ന് മാത്രമല്ല, അവരുടെ ബോട്ട് ശാന്തമായിട്ട് മുമ്പോട്ട് പോയി. അവരെല്ലാവരും എത്തേണ്ടിയ സ്ഥാനത്ത് എത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. കൂട്ടുകാരെ, ഈ യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ യേശുവിൽ തന്നെ ആശ്രയിക്കാം. അവൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നമുക്കവനിൽ ആശ്രയിക്കാവുന്നതാണല്ലോ നമ്മൾ പഠിച്ചത്. നമുക്ക് ഒരുമിച്ച് പറയാം, യേശുവിൽ ആശ്രയിക്കാം, അവൻ സർവശക്തനാണ്. നിങ്ങളുടെ ജീവിതത്തിലും സാഹചര്യം മോശമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് യേശുവിൽ ആശ്രയിക്കാം. നിങ്ങളൊക്കെ പേടി വരുന്ന സമയത്ത്, സ്കൂൾ മാറുന്ന സാഹചര്യമായാലും ആരെങ്കിലും രോഗികളായി തീർന്നാലും ഒക്കെ നിങ്ങൾക്ക് യേശുവിൽ ധൈര്യപ്പെടാൻ സാധിക്കും. 46 സങ്കീർത്തനം 1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മോശമായിട്ട് വരുമ്പോൾ, നിങ്ങൾക്ക് ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് യേശുവിൽ ആശ്രയിക്കാം. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അവൻ നമ്മുടെ കൂടെ ഇരിക്കും. ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ മടുത്തു പോകരുത്. നിങ്ങളെ എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതെന്ന് പഠിപ്പിക്കാനാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു ദിവസം കൊണ്ട് നമുക്കങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. ആശ്രയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. വളരെ പതുക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് യേശുവിൽ ആശ്രയിക്കാം. യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുവരെ നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ യേശുവിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണെന്നറിയാമോ? യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് അവനിൽ നിത്യജീവൻ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവിൽ നമുക്ക് ദൈവം നിത്യജീവൻ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് പുത്രനിലൂടെയുള്ള നിത്യജീവൻ നാം പ്രാപിക്കുമ്പോഴാണ് നമുക്ക് യേശു നമ്മുടെ ജീവിതത്തിൽ, എന്ന് നിങ്ങൾ യേശുവിനെ വിശ്വാസത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു, അന്നു മുതൽ നിങ്ങൾ നിത്യജീവൻ്റെ അവകാശികളായി തീരും. ഭൂമി ജീവിച്ചിരിക്കുമ്പോഴും നിങ്ങൾക്ക് മരണം സംഭവിച്ചാൽ അതിനുശേഷവും നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കലും തീരുന്ന ജീവനല്ല നിത്യജീവൻ. അപ്പോൾ ആ ജീവനിലേക്കാണ് യേശു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇന്ന് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മളിൽ പാപസ്വഭാവമുണ്ട്. ആദാമിൻ്റെ സന്തതി മുതൽ പിന്നെ എല്ലാവരും പാപികളായി തീർന്നു. അപ്പോൾ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ വിശ്വാസത്തോടെ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മൾ നിത്യജീവൻ്റെ അവകാശികളായി തീരും. നമുക്കും നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ തന്നെ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ ജീവിതത്തിലുള്ള കൂട്ടുകാർക്ക് യേശുവിനോട് പറയാം, യേശു കർത്താവേ, അങ്ങൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ പേടി വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ നിന്നിൽ ആശ്രയിപ്പാൻ, ഓരോ കൊച്ചു കാര്യങ്ങളിലും നിന്നിൽ ആശ്രയിപ്പാൻ എന്നെ സഹായിക്കണം. ഈ ആഴ്ച മുതൽ ഞാൻ അങ്ങനെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. എന്നാൽ യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തവർ, യേശുവിലൂടെ, പുത്രനിലൂടെ ദൈവം നമുക്ക് നിത്യജീവൻ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് യേശുവിനോട് പറയാം, യേശുവേ, എൻ്റെ പാപസ്വഭാവം അത് ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കുണ്ട് പാപസ്വഭാവം.
എൻ്റെ പാപ സ്വഭാവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നീ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ വരണം, എന്നെ അങ്ങയുടെ പൈതലാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കൊറോണയെ ജോണി പേടിക്കേണ്ട കാര്യമല്ല. നമ്മളെ സംരക്ഷിക്കുവാൻ യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലേ? അതെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നാലും പേടിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ദൈവം നമ്മളെ എങ്ങനെയാ സഹായിക്കുന്നത്? ശിഷ്യന്മാർ കടലിലൂടെ യാത്ര ചെയ്തപ്പോൾ അവർ ഭയന്നു, കാറ്റും കോളും കണ്ട് പേടിച്ചു. അത് ശരിയാണ്, എനിക്കറിയാം. അപ്പോൾ യേശു അവിടെ എന്താ ചെയ്തത്? അവരുടെ അടുക്കള വന്ന് പേടിക്കേണ്ട, ധൈര്യമായിരിക്കും എന്ന് പറഞ്ഞ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അതുപോലെ തന്നെയാണ് കൊറോണയോ മറ്റെന്തെങ്കിലും പകർച്ചവ്യാധികളോ ഒരു മഹാമാരിയും നമ്മുടെ മേൽ കടന്നു വരാതെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഇടയാകും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല, ദൈവം നമ്മളെപ്പോഴും നിയന്ത്രിക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുന്ന ദൈവമാണ്. അതെയോ? തീർച്ചയായിട്ടും അതെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല അല്ലേ? ഒരു കാര്യമില്ല ജോണി. ദൈവം നമ്മളെല്ലാവരും എപ്പോഴും കാത്തു സൂക്ഷിക്കാനായിട്ട് ഇടയാകും. ഇപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായി. കൂട്ടുകാരെ, നിങ്ങളും പേടിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും സർവശക്തനായ യേശുവിൽ ആശ്രയിച്ചാൽ മാത്രം മതി അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൽ നമ്മളെ സഹായിക്കുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ പൈതങ്ങളായി ജീവിക്കണം. അതെ, യേശുവിൻ്റെ പൈതങ്ങളായി ജീവിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നേറുമ്പോൾ ഒരു അനർത്ഥവും വരാതെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഇടയായിത്തീരും. ദൈവം നല്ലതാണ്, ദൈവം സ്നേഹമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജോണിയുടെ ഭയം മാറിയോ? എൻ്റെ ഭയം എല്ലാം മാറി. എനിക്ക് കൊറോണ പേടിയില്ല. അത് മാത്രമല്ല, ദൈവം നമുക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിലൂടെയും ആരോഗ്യ വകുപ്പിലൂടെയൊക്കെ ചില നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കാറില്ലേ? എന്ത് നിർദ്ദേശം? സാമൂഹ്യ അകലം പാലിക്കണം. അത് കുഴപ്പമില്ല, ജോണി എൻ്റെ കയ്യിലല്ലേ ഇരിക്കത്തുള്ളൂ. സ്നേഹമുണ്ടല്ലേ? അത് ഓക്കെ, ശരി തന്നെയാണ്. അത് മാത്രമല്ല, നമ്മളെപ്പോഴും കൈ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. സാനിറ്റൈസർ ഉപയോഗിക്കണം, സോപ്പിട്ട് നമ്മുടെ കൈ കഴുകണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകാനായിട്ട് ഇടയാകും. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു കുഴപ്പമില്ല, ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഇടയാകല്ലേ? തീർച്ചയായിട്ടും അതെ. അപ്പോൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഒരു പേടിയില്ല. കൂട്ടുകാരെ, നിങ്ങളെ പേടിക്കണ്ട കേട്ടോ. കാരണം യേശു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. സന്തോഷമായില്ലേ? എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ എനിക്കും ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ശരിക്കും നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം നിങ്ങളതിൽ എൻജോയ് ചെയ്തു. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. ടാറ്റാ.